Hello my dears, welcome to ACS online class. നമ്മളിന്ന് പുതിയ ചാപ്റ്റർ പഠിക്കാൻ പോവാണ്. എല്ലാവരും ടെക്സ്റ്റ് ബുക്ക് എടുത്തേ. പേജ് നമ്പർ 111. ഓക്കെ, ചാപ്റ്റർ 10 പാറ്റേൺസ്. ഓക്കെ, എന്താണ് പാറ്റേൺസ്? എല്ലാവർക്കും അറിയാമോ? പാറ്റേൺസ് എന്ന് വെച്ചാൽ ഒരു ഡിസൈനുകൾ. ഓക്കെ, നമ്മളിപ്പോൾ ഇന്ന് ഈ ചാപ്റ്ററിൽ പഠിക്കാൻ അത്യാവശ്യമായിട്ടൊന്നുമില്ല, പകരം ഓരോ പാറ്റേൺസുകൾ അല്ലെങ്കിൽ ഡിസൈനുകളെ കുറിച്ചാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും ടെക്സ്റ്റ് ബുക്ക് എടുത്ത് റെഡി ആയിട്ടിരിക്കുകയാണോ പഠിക്കാനായിട്ട്? ഓക്കെ, നമ്മൾ എങ്ങനെ ഒരു പാറ്റേൺ കംപ്ലീറ്റ് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചാണ് ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ടെക്സ്റ്റ് ബുക്കിൽ എല്ലാവരും ഒരു ഫസ്റ്റ് ക്വസ്റ്റ്യൻ കണ്ടോ? എക്സ്റ്റെൻഡ് ദ സീക്വൻസ്. അതിൽ എന്താണ് ഫസ്റ്റ് കൊടുത്തിരിക്കുന്നത്? ഇങ്ങനെ കുറച്ച് പാറ്റേണുകളാണ് അല്ലെങ്കിൽ കുറച്ച് ഡിസൈൻസ് ആണ് അല്ലേ? ഇങ്ങനെ കുറച്ച് ഡിസൈൻസ് ആണ് കൊടുത്തിരിക്കുന്നത്. അതിൽ നിങ്ങൾ എക്സ്റ്റെൻഡ് ദ സീക്വൻസ് എന്ന ഹെഡിങ്ങും കൊടുത്തിട്ടുണ്ട്. അതിനർത്ഥം എന്താണ്? നിങ്ങൾ ഈ സീക്വൻസ് എന്താണ് പ്രത്യേകത? ഒരു പാറ്റേൺ എന്ന് നമുക്ക് വിളിക്കാം, അല്ലെങ്കിൽ ഒരു ഡിസൈൻ എന്ന് വിളിക്കാം. ഓക്കെ, അപ്പോൾ ഈ ഡിസൈൻ നിങ്ങൾ എക്സ്റ്റെൻഡ് ചെയ്യുക, അല്ലെങ്കിൽ ബാക്കി ഫില്ല് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ പൂരിപ്പിക്കുക എന്നതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഈ ഒരു പാറ്റേണിൻ്റെ എങ്ങനെയൊക്കെയാണ് എന്ന് ആദ്യമേ ഏത് രീതിയിലൊക്കെയാണ് ഇത് മുമ്പോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നത് എന്ന് മനസ്സിലാക്കിയിട്ട് നമുക്ക് ബാക്കി ഫിൽ ചെയ്ത് കൊടുക്കാം. ഫസ്റ്റ് ഫിഗർ നോക്കി, ഒരു ടീ പോലെ ഇരിക്കുകയാണ് അല്ലേ? രണ്ടാമത്തതോ ടീ എന്താണ്? കമിഴ്ത്തി വെച്ചിരിക്കുന്ന പോലെ ഒരു ടീ ആണ് അല്ലേ? മൂന്നാമത് പിന്നീടും ടീ തന്നെയാണ്. നാലാമത് പിന്നീടും കമിഴ്ത്തി വെച്ച ടീ ആണ്. ഓക്കെ, അപ്പോൾ എന്താണ് കണ്ടിന്യൂ ചെയ്ത് പോയേക്കുന്നത്? ഫസ്റ്റ് രണ്ട് ഫിഗറും അങ്ങ് തുടർച്ചയായിട്ട് കണ്ടിന്യൂ ചെയ്ത് പോവുകയാണ് അല്ലേ? തുടർച്ചയായിട്ട് അങ്ങ് പൊയ്ക്കൊണ്ടിരിക്കുക. അപ്പോൾ ഈ ഒരു സീക്വൻസ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ ഇനി എന്ത് വരച്ചു കൊടുക്കണം? ഈ ഫസ്റ്റ് രണ്ട് സീക്വൻസ് തന്നെ വരച്ചു കൊടുത്താൽ മതിയാവും അല്ലേ? കണ്ടോ? അപ്പോൾ ഇത് കംപ്ലീറ്റ് ചെയ്യാൻ പറഞ്ഞാൽ എങ്ങനെ ചെയ്യാം? ടീ വരച്ചു, പിന്നെ കമിഴ്ത്തി വെച്ച് രണ്ടാമത്തെ ടീ വരച്ചു, പിന്നെയും ടീ വരച്ചു, കമിഴ്ത്തി വെച്ച് രണ്ടാമത്തെ ടീ വരച്ചു. അങ്ങനെ കുറേ വരച്ചു കൊടുത്താൽ എന്തായി? ആ പാറ്റേൺ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു അല്ലേ? അപ്പോൾ പാറ്റേണിന്റെ സ്വഭാവം മനസ്സിലാക്കി, അല്ലെങ്കിൽ ഡിസൈനിന്റെ എന്താണ് പ്രത്യേകത മനസ്സിലാക്കിയാണ് നമ്മൾ ആ ഒരു പാറ്റേൺ അല്ലെങ്കിൽ ഡിസൈൻ കംപ്ലീറ്റ് ചെയ്യുന്നത് അല്ലേ? അപ്പോൾ ആ ഡിസൈൻ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. അതിൻ്റെ എന്താണ് വരകളും കുത്തുകളും അതിൻ്റെ കർവുകളും വളവുകളും എല്ലാം ശ്രദ്ധിച്ച് ഓരോ പാറ്റേണും ശ്രദ്ധിച്ചിട്ട് വേണം നമ്മൾ ആൻസർ ചെയ്ത് കൊടുക്കാൻ. ഓക്കെ, ഇപ്പോൾ ഫസ്റ്റ് എളുപ്പമായിരുന്നു. ഒരു ടീ, പിന്നെ കമിഴ്ത്തി വെച്ച ടീ, പിന്നെയും ടീ, പിന്നെയും കമിഴ്ത്തി വെച്ച ടീ, അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോയല്ലേ? അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഇനി രണ്ടാമത് എന്താണ്? രണ്ടാമത്തെ പാറ്റേൺ എങ്ങനെ കംപ്ലീറ്റ് ചെയ്യാം? കുറച്ച് നിങ്ങൾ ഫിൽ ചെയ്ത് കൊടുക്കുക. ഓക്കെ, ആ ഒരു ലൈൻ കംപ്ലീറ്റ് ഫിൽ ചെയ്ത് കൊടുക്കുക. ഇനി ടീയും കമിഴ്ത്തി വെച്ച ടീയും വരച്ച് ആ ഒരു ലൈൻ കംപ്ലീറ്റ് വരച്ചു കൊടുക്കുക. പെൻസിൽ ഉപയോഗിച്ച് വരയ്ക്കും. ഇനി അടുത്ത പാറ്റേൺ നമുക്ക് രണ്ട് വര, അത് കഴിഞ്ഞ് ഒരു വട്ടം, പിന്നെ രണ്ട് വര, അത് കഴിഞ്ഞ് എന്താണ് ഒരു റൗണ്ട്, പിന്നെയും രണ്ട് വര. അപ്പോൾ ഈ പാറ്റേൺ നമുക്ക് എങ്ങനെ കണ്ടിന്യൂ ചെയ്യാം? ഫസ്റ്റ് രണ്ട് വരകളാണ്, പിന്നെ എന്താണ് ഒരു റൗണ്ടാണ്, പിന്നീടും രണ്ട് വരകളാണ്, പിന്നെയും റൗണ്ടാണ്. അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങൾ തന്നെയാണ് അല്ലേ? ഫസ്റ്റ് കണ്ട നമ്മൾ ആ മൂന്ന് കാര്യങ്ങൾ തന്നെയാണ് ഇത് കണ്ടിന്യൂ ചെയ്ത് പോകുന്നത്. രണ്ട് വര റൗണ്ട്, പിന്നെയും രണ്ട് വര റൗണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് കണ്ട ആ രണ്ട് വരയും റൗണ്ടും, ആ മൂന്ന് കാര്യങ്ങളാണ് മൊത്തം ഈ സീക്വൻസിൽ വരച്ച് പോവേണ്ടത് അല്ലേ? അപ്പോൾ ഇനി കംപ്ലീറ്റ് ചെയ്യാൻ എന്ത് ചെയ്യണം? വരയിൽ വന്ന് നിൽക്കുക. അപ്പോൾ നമ്മൾ അടുത്തത് റൗണ്ട് വരച്ചു കൊടുക്കുക. പിന്നെയും രണ്ട് വര, പിന്നെയും റൗണ്ട്, പിന്നെയും രണ്ട് വര, പിന്നെയും റൗണ്ട്, അങ്ങനെ വരച്ച് ആ പാറ്റേൺ കംപ്ലീറ്റ് ചെയ്യാം. ഇനി അടുത്ത പാറ്റേൺ നോക്കിയിട്ട് അടുത്ത ഡിസൈൻ എങ്ങനെയാണ്? ഒരു ആരോ ആണ്. ആദ്യം മുകളിലോട്ടുള്ള ആരോ ആണ്, പിന്നെ എന്താണ് താഴത്തോട്ടുള്ള ആരോ, പിന്നെയും മുകളിലോട്ടുള്ള ആരോ, പിന്നെയും താഴത്തോട്ടുള്ള ആരോ. ഓക്കെ, അപ്പോൾ ഇത്രയുള്ള ക്വസ്റ്റ്യനിൽ നമുക്കപ്പോൾ ഇതിൻ്റെ എങ്ങനെയാണ് ഇതിൻ്റെ രൂപരേഖ മനസ്സിലായി അല്ലേ? എങ്ങനെ ചെയ്യണം എന്നുള്ള കാര്യം മനസ്സിലായി. എന്താണ് ആദ്യം ഒരാരോ, പിന്നെ എന്താണ് താഴത്തോട്ടുള്ള ആരോ, പിന്നെ മുകളിലോട്ടുള്ള ആരോ, പിന്നെ താഴത്തോട്ടുള്ള ആരോ. അപ്പോൾ അങ്ങനെ വരച്ചു കൊടുത്താൽ മതിയല്ലോ. അപ്പോൾ അവസാനമുള്ളത് താഴത്തോട്ടുള്ള ആരോ. അപ്പോൾ നമുക്കിനി അടുത്തത് വരച്ചു കൊടുക്കാൻ എന്ത് ചെയ്യണം? മുകളിലോട്ടുള്ള ആരോ വരച്ചു കൊടുക്കുക. അത് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് താഴത്തോട്ടുള്ള ആരോ ആണ്, പിന്നെ മുകളിലോട്ടുള്ള ആരോ, പിന്നെ താഴത്തോട്ടുള്ള ആരോ, അങ്ങനെ ആ പാറ്റേൺ കംപ്ലീറ്റ് ചെയ്യുക. ഇനി അടുത്ത പാറ്റേൺ എങ്ങനെയാണ്? ഇങ്ങനെയാണ്. ഓക്കെ, ഇങ്ങനെ ഇരിക്കും.
ഇതും എളുപ്പമാണ്, ഒരു ഡിസൈൻ ആണ് അല്ലെ. എങ്ങനെയാണ് ഇത് കണ്ടിന്യൂ ചെയ്ത് പോകുന്നത്? ഫസ്റ്റ് വി ആണ്, പിന്നെ കമിഴ്ത്തി വെച്ച വി ആണ്, പിന്നെയും വി ആണ്, പിന്നെ അത് ആ വി കമിഴ്ത്തി വെച്ചിരിക്കുന്ന പോലെയാണ്. അപ്പൊ അങ്ങനെ വരച്ചു കൊടുത്താൽ പോരെ. പിന്നെ വി വരച്ചു, പിന്നെ കമിഴ്ത്തി വെച്ച് വി വരച്ചു, പിന്നെയും വി വരച്ചു, കമിഴ്ത്തി വെച്ച് വി വരച്ചു, അങ്ങനെ ആ പാറ്റേൺ കംപ്ലീറ്റ് ചെയ്യുക. ഇനി അടുത്ത പാറ്റേൺ എങ്ങനെയാണ്? രണ്ട് റൗണ്ട് ആണ് ഫസ്റ്റ്, പിന്നെയോ ഒരു നീണ്ട ബോക്സ് ആണ്. ഈ ബോക്സിന്റെ പേര് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചായിരുന്നു, എന്താണ്? റെക്റ്റാങ്കിൾ. പിന്നെയും രണ്ട് റൗണ്ടിനെ സർക്കിൾ എന്ന് പറയും അല്ലെ. പിന്നെയും ഒരു ബോക്സ് ആണ്. അപ്പൊ നമുക്ക് ഈ ഒരു പാറ്റേൺ എങ്ങനെയാണ്? ആദ്യത്തെ മൂന്ന് എന്താണ് ഷേപ്പുകളാണ്. ആദ്യത്തെ എന്താണ്? മൂന്നെണ്ണമാണ് കണ്ടിന്യൂ ചെയ്ത് പോകുന്നത് അല്ലെ. രണ്ട് റൗണ്ടും ഒരു റെക്റ്റാങ്കിളും, രണ്ട് റൗണ്ടും ഒരു റെക്റ്റാങ്കിളും. അപ്പൊ ഈ ഒരു പാറ്റേൺ കംപ്ലീറ്റ് ചെയ്യാൻ ഇനി എന്ത് ചെയ്യണം? രണ്ട് റൗണ്ടും റെക്റ്റാങ്കിളും വരയ്ക്കുക, പിന്നെ രണ്ട് റൗണ്ട് വരയ്ക്കുക, റെക്റ്റാങ്കിൾ വരയ്ക്കുക, അങ്ങനെ ആ പാറ്റേൺ കംപ്ലീറ്റ് ചെയ്യാം. അടുത്ത ഫിഗർ എങ്ങനെയാണ്? ഒരു മാംഗോ, ഒരു ആപ്പിൾ, പിന്നെയും മാംഗോ, ഒരു ആപ്പിൾ. അപ്പൊ ഫസ്റ്റ് മാംഗോ വരണം, രണ്ടാമത് ആപ്പിൾ വരണം. അങ്ങനെയാണ് ആ പാറ്റേൺ കണ്ടിന്യൂ ചെയ്യുന്നത് അല്ലെ. അപ്പൊ നമുക്കിനി എങ്ങനെയൊക്കെ എന്താണ് ബാക്കിയുള്ളത്? എന്താണ് വരയ്ക്കേണ്ടത്? ആപ്പിൾ ആണ് അവസാനം ടെക്സ്റ്റ് ബുക്കിൽ വരച്ചിരിക്കുന്നത്. അപ്പൊ അടുത്തത് എന്താണ്? മാംഗോ വരയ്ക്കുക, പിന്നെ അടുത്ത വീണ്ടും ആപ്പിൾ വരയ്ക്കുക, പിന്നെ മാംഗോ, പിന്നെയും ആപ്പിൾ. അങ്ങനെ ആ പാറ്റേൺ കംപ്ലീറ്റ് ചെയ്യാം. ഇനി അടുത്തത് എന്താണ്? W ആണ്. പിന്നെ W കമിഴ്ത്തി വെച്ചാൽ M ആയിട്ട് വായിക്കാം. WM WM. അപ്പൊ ആ പാറ്റേൺ എങ്ങനെയാന്ന് മനസ്സിലായില്ലേ? അപ്പൊ എന്ത് ചെയ്യണം? അവസാനം WM എന്ന് അങ്ങനെ വരച്ചു പോവുക. അവസാനം ടെക്സ്റ്റ് ബുക്കിൽ M ആണ്. അപ്പൊ അടുത്ത് നമ്മൾ വരച്ചു കൊടുക്കേണ്ടത് എന്തായിരിക്കണം? W വരയ്ക്കണം. W വരയ്ക്കുക, M വരയ്ക്കുക, W വരയ്ക്കുക, M വരയ്ക്കുക. അങ്ങനെ ആ പാറ്റേൺ കംപ്ലീറ്റ് ചെയ്യാലോ. എളുപ്പമല്ലേ പാറ്റേൺസ്? ആ പാറ്റേൺസ് എങ്ങനെയാണ് ടെക്സ്റ്റ് ബുക്കിൽ അല്ലെങ്കിൽ ചോദ്യത്തിലുള്ളത് എന്ന് മനസ്സിലാക്കിയിട്ട് എളുപ്പത്തിൽ നമ്മൾ ബാക്കിയുള്ളത് വരച്ചു കൊടുക്കാൻ പറ്റത്തില്ലേ? ഇഷ്ടപ്പെട്ട എല്ലാവർക്കും. ഇനി അടുത്ത പേജ് നമ്പർ 112. ഓക്കെ, വാട്ട് കംസ് ദ നെക്സ്റ്റ് ഇൻ ദ സീക്വൻസ്? എന്താണ്? അവിടെയും ഒരു പാറ്റേൺ അല്ലെങ്കിൽ ഒരു സീക്വൻസ് അല്ലെങ്കിൽ ഒരു സീരീസ്. ഓക്കെ, ഒരു പാറ്റേൺ ഉണ്ട്. ആ പാറ്റേൺ എന്താണ്? ആ പാറ്റേൺ എങ്ങനെയാണ് എന്ന് മനസ്സിലാക്കിയിട്ട് എന്താണ് അടുത്ത വരച്ചു കൊടുക്കുക എന്നാണ്. ഓക്കെ, ആ ബോക്സ് എംപ്റ്റി ആയിട്ടുള്ള ആ ബോക്സുകളെല്ലാം വരച്ചു കൊടുക്കുക എന്നാണ് പറയുന്നത്. ഫസ്റ്റ് നോക്കിക്കേ, റൗണ്ട് ആണ്, പിന്നെ ഒരു സൂര്യനാണ്, പിന്നെയും റൗണ്ട് ആണ്, പിന്നെ ഒരു സൂര്യനാണ്. അപ്പൊ ഇനി അടുത്ത എന്തായിരിക്കും? റൗണ്ട് ആയിരിക്കും. അത് കഴിഞ്ഞാൽ പിന്നെയും സൂര്യനെ വരച്ചു കൊടുക്കുക, ടെക്സ്റ്റിലുള്ള പോലത്തെ തന്നെ സൂര്യനെ വരച്ചു കൊടുക്കുക, പിന്നെയും റൗണ്ട് വരയ്ക്കുക. അപ്പൊ നമുക്ക് അത്രയും സ്പേസ് ടെക്സ്റ്റ് ബുക്കിലുള്ളൂ. ആ പാറ്റേൺ കംപ്ലീറ്റ് ആയില്ലേ? ഇനി എന്താണ്? ഒരു എന്താണ് നമ്മുടെ ചെടിച്ചട്ടി പോലെ കമിഴ്ത്തി വെച്ചിരിക്കുകയാണ്. പിന്നെ അതിനെ നിവർത്തി നേരെ വെച്ചിട്ടുണ്ട്, പിന്നെയും അതിനെ കമിഴ്ത്തി വെച്ചിരിക്കുകയാണ്, പിന്നെയും അതിനെ നിവർത്തി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ 4 സീക്വൻസ് ഇതാണ് സീക്വൻസ് അല്ലെ. ഫസ്റ്റ് രണ്ടെണ്ണം തന്നെ റിപ്പീറ്റ് ചെയ്ത് അല്ലെങ്കിൽ കണ്ടിന്യൂ ചെയ്ത് പോവുകയാണ്. അപ്പൊ നമുക്കിനി ബാക്കി വരച്ചു കൊടുക്കുന്നത് എങ്ങനെയായിരിക്കും? അവസാനം ടെക്സ്റ്റ് ബുക്കിലുള്ളത് നിവർത്തി വെച്ചിരിക്കുന്ന ഒരു ചെടിച്ചട്ടി പോലെയാണ് അല്ലെ. ഇനി താഴത്തോട്ട് കമിഴ്ത്തി വെച്ച് കൊടുക്കുക, ഇനി അടുത്ത് നിവർത്തി വെച്ച് കൊടുക്കുക, ഇനി കമിഴ്ത്തി വെച്ച് കൊടുക്കുക. കഴിഞ്ഞല്ലേ? അപ്പൊ ആ എക്സസൈസ് കഴിഞ്ഞല്ലോ. ഇനി അടുത്ത എക്സസൈസ് നോക്കിക്കേ. ഒരു മഴത്തുള്ളി പോലത്തെ ഒരു ഷേപ്പാണ്. ഇനി അത് കഴിഞ്ഞിട്ടാ എന്താണ് ഒരു വരയില് താഴത്തൊരു റൗണ്ട്, പിന്നെയും മഴത്തുള്ളി, പിന്നെയോ താഴത്തൊരു വരയില് ഒരു റൗണ്ട്. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ പാറ്റേൺ അല്ലെ. ഫസ്റ്റ് മഴത്തുള്ളി, പിന്നെ ഈ ഒരു റൗണ്ട് വരയില്, പിന്നെ മഴത്തുള്ളി, പിന്നെ ഈ ഒരു റൗണ്ട് വരയില്. ഓക്കെ, അപ്പൊ നമുക്ക് എന്താണ് ഇത് തന്നെ അങ്ങ് കണ്ടിന്യൂ ചെയ്താൽ പോരെ, റിപ്പീറ്റ് ചെയ്താൽ പോരെ. അടുത്തത് എന്തായിരിക്കും? മഴത്തുള്ളി ആയിരിക്കും, പിന്നെ താഴത്തെ വരയിൽ ഒരു റൗണ്ട് ആയിരിക്കും, പിന്നെ മഴത്തുള്ളി ആയിരിക്കും. ഓക്കെ, അപ്പൊ ടെക്സ്റ്റ് നമ്മൾ ആ ഒരു ലൈനിലുള്ള ആ ഒരു സീക്വൻസ് അല്ലെങ്കിൽ പാറ്റേൺ കംപ്ലീറ്റ് ചെയ്തു. ഇനി അടുത്ത പാറ്റേൺ എന്താണ്? ഒരു പൂവാണ്, പിന്നെ ഒരു ഇലയാണ്, പിന്നെയും പൂവാണ്, പിന്നെയും ഇലയാണ്. അപ്പൊ പൂവും ഇലയും മാത്രമേ ഉള്ളൂ മനസ്സിലാക്കി അല്ലേ. ബാക്കി കംപ്ലീറ്റ് ചെയ്യാലോ. പൂവും ഇലയും, പൂവും ഇലയും. അപ്പോൾ ഇനി അടുത്ത എന്തായിരിക്കും? പൂവായിരിക്കും. അത് കഴിഞ്ഞാൽ പിന്നെ വീണ്ടും ഇലയാണ്, പിന്നെ വീണ്ടും പൂവാണ്. ഇനി അടുത്തത് എന്താണ്? സ്മൈലീസ് ആണ് അല്ലേ. എല്ലാവരും വാട്സപ്പ് ഒക്കെ ഉപയോഗിക്കുന്നവരാണ്. അതിൽ വ്യത്യസ്തമായ സ്മൈലീസ് ഒക്കെ എല്ലാവരും ഉപയോഗിക്കാറില്ലേ? അതിൽ ഒന്നാമത്തെ സ്മൈലി എന്താണ്? എന്ന് പറയുന്ന ഒരു സ്മൈലിയാണ് അല്ലേ. രണ്ടാമത്തെ സ്മൈലി എങ്ങനെയാണ്? ചിരിക്കുന്ന ഒരു സ്മൈലിയാണ്. മൂന്നാമത്തെ സ്മൈലി എങ്ങനെയാണ്?
ആദ്യത്തെ സ്മൈലി പോലെ തന്നെ O എന്ന് പറയുന്ന ഒരു സ്മൈലിയാണ് അല്ലേ. നാലാമത്തെ സ്മൈലി ഈ രണ്ടാമത്തെ സ്മൈലി പോലെ ചിരിക്കുന്ന ഒരു സ്മൈലിയാണ്. അങ്ങനെയെങ്കിൽ അഞ്ചാമത്തെ സ്മൈലി എന്തായിരിക്കും? O എന്ന് പറയുന്നതായിരിക്കും അഞ്ചാമത്തെ സ്മൈലി. ആറാമത്തതോ ചിരിക്കുന്ന സ്മൈലി ആയിരിക്കും. പിന്നെ ഏഴാമത്തതോ വീണ്ടും O പറയുന്നത് അല്ലേ. ഇത് തന്നെ ഈ ഫസ്റ്റ് രണ്ടെണ്ണം തന്നെ റിപ്പീറ്റ് ചെയ്ത് പോയാൽ മതി അല്ലേ അത് കംപ്ലീറ്റ് ആവാൻ. ഇനി അടുത്തത് എന്താണ്? ഒരു സർക്കിളിനകത്ത് ഒരു സ്ക്വയർ ഉണ്ട്. ഓക്കെ, ഒരു സർക്കിളിനകത്ത് ഒരു സ്ക്വയർ ഉണ്ട്. അതാണ് ഫസ്റ്റ്. രണ്ടാമത് സ്ക്വയറിനകത്ത് ഒരു സർക്കിളാണ്. മൂന്നാമത് ഈ ഫസ്റ്റത്തെ വീണ്ടും സർക്കിളിനകത്ത് സ്ക്വയറാണ്. പിന്നെയോ നാലാമത്തെ എന്താണ്? ഈ രണ്ടാമത്തെയാണ്. നാലാമത്തായി വരക്കുന്നത് ഈ രണ്ടാമത് വരക്കുന്ന ഫിഗർ തന്നെയാണ് അല്ലേ. സ്ക്വയറാണ്, അതിൻ്റെ അകത്ത് സർക്കിൾ. അല്ലെങ്കിൽ അഞ്ചാമത്തെ എന്തായിരിക്കും? ഇത് തന്നെയല്ലേ ഈ ഫസ്റ്റ് ഉള്ള രണ്ടെണ്ണം തന്നെയല്ലേ കണ്ടിന്യൂ ചെയ്ത് പോകുന്നത്. അപ്പൊ അഞ്ചാമത്തെ എന്തായിരിക്കും? ഫസ്റ്റ് കിടക്കുന്ന ഫിഗറാണ്. സർക്കിളിനകത്ത് സ്ക്വയർ ആണ്. പിന്നെയോ സ്ക്വയറിൻ്റെ അകത്ത് സർക്കിൾ, പിന്നെ വീണ്ടും സർക്കിളിൻ്റെ അകത്ത് സ്ക്വയർ. ഇപ്പൊ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റത്തില്ല എല്ലാവർക്കും. അത് കഴിഞ്ഞാൽ എന്താണ്? ഒരു ചെടിച്ചട്ടി പോലെ നാട്ടത് പോലെ വേറൊരു ടൈപ്പ് ചെടിച്ചട്ടി ട്രപ്പീസിയം എന്നാണ് ഈ ഷേപ്പിൻ്റെ പേര്. അതൊക്കെ നിങ്ങൾ പ്രത്യേകിച്ച് പഠിക്കേണ്ട കാര്യമില്ല, ജസ്റ്റ് അറിയാൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. ഒരു ചെടിച്ചട്ടി എന്ന് ഓർത്തിരുന്നാൽ മതി. കണ്ടോ ചെടിച്ചട്ടി. പിന്നെ ഒരു മഴത്തുള്ളിയുടെ ഷേപ്പ്, പിന്നെയും ചെടിച്ചട്ടി, കമ്മിറ്റി വെച്ച ചെടിച്ചട്ടി മാത്രമാണ്, പിന്നെയും മഴത്തുള്ളി. അപ്പോൾ ഇത് രണ്ടെണ്ണം ഫസ്റ്റ് കിടക്കുന്ന രണ്ടെണ്ണം തന്നെയാണ് കംപ്ലീറ്റ് ചെയ്ത് പോവേണ്ടത് അല്ലേ. അപ്പോൾ ഇനി എന്ത് ചെയ്യാം? അഞ്ചാമതായിട്ട് ചെടിച്ചട്ടി വരച്ചു കൊടുക്കാം, പിന്നെ മഴത്തുള്ളി വരയ്ക്കാം, പിന്നെയും ചെടിച്ചട്ടി വരച്ചു കൊടുക്കാം. അപ്പോൾ സീക്വൻസ് കംപ്ലീറ്റ് ആയില്ലേ? ഇത് എളുപ്പമായിരുന്നില്ലേ? ടെക്സ്റ്റിലുള്ള സീക്വൻസ് എന്താണെന്ന് മനസ്സിലാക്കി അത് തന്നെ റിപ്പീറ്റ് ചെയ്ത് പോയാൽ മതിയായിരുന്നു. അത്രേ ഉണ്ടായിരുന്നുള്ളൂ ഈ പാറ്റേൺസ്. ഇനി കുറച്ച് വ്യത്യസ്തമായ പാറ്റേണുകളും ഉണ്ട്. അതിനെക്കുറിച്ചൊക്കെ നമുക്കൊന്ന് പഠിക്കാം കേട്ടോ. ഇനി എന്താണ് വരയ്ക്കേണ്ടത് എന്നുള്ള കാര്യം എല്ലാവരും മനസ്സിലാക്കി തന്നെ ചെയ്യണം. അടുത്ത പേജ് 113 എന്താണ്? പാറ്റേൺസ് ഇൻ ഷേപ്സ്. ഒരു ഷേപ്പിലെ പാറ്റേൺസ്. ഫസ്റ്റ് ഫിൽ ദ ബോക്സസ് ഇൻ ദ സീക്വൻസ്. ഈ സീക്വൻസ് അല്ലെങ്കിൽ ഈ പാറ്റേൺ എന്താണ്? കംപ്ലീറ്റ് ചെയ്യാം. ഫസ്റ്റ് 2 ലീഫാണ്, പിന്നെ പൂവാണ്, പിന്നെ 2 ലീഫാണ്. അപ്പോൾ അടുത്തത് എന്തായിരിക്കും? പൂവായിരിക്കും. പിന്നെ 2 ലീഫുണ്ട്, പൂവുണ്ട്, പിന്നെ ഇനി എന്തായിരിക്കും? ലീഫായിരിക്കും. അപ്പോൾ പാറ്റേൺ കംപ്ലീറ്റ് ചെയ്തില്ലേ? ഫസ്റ്റ് 2 ഫിഗേഴ്സ് തന്നെ അങ്ങോട്ട് കണ്ടിന്യൂ ചെയ്ത് പോവാണല്ലേ. ലീഫ് പൂവ്, ലീഫ് പൂവ്, ലീഫ് പൂവ്, ലീഫ് പൂവ്. അപ്പോൾ സീക്വൻസ് കംപ്ലീറ്റ് ആയല്ലേ. ഇനി അടുത്തത് നോക്കി. ഫസ്റ്റ് ഒരു സർക്കിളാണ്, പിന്നെ ട്രയാങ്കിൾ ആണ്, പിന്നെ റെക്റ്റാങ്കിൾ ആണ്. ഓക്കെ, ഫസ്റ്റ് ഒരു സർക്കിളാണ്, പിന്നെ ട്രയാങ്കിൾ ആണ്, പിന്നെ റെക്റ്റാങ്കിൾ ആണ്. ഇനി അടുത്ത എന്താണ്? പിന്നെയും സർക്കിളാണ്, ട്രയാങ്കിൾ ആണ്, റെക്റ്റാങ്കിൾ ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് എന്താ മനസ്സിലാക്കിയത്? ആദ്യത്തെ 3 എണ്ണമാണ് റിപ്പീറ്റ് ചെയ്ത് പോകുന്നത് അല്ലേ. ഫസ്റ്റ് ട്രയാങ്കിൾ, ഫസ്റ്റ് സർക്കിൾ, ട്രയാങ്കിൾ, റെക്റ്റാങ്കിൾ. അത് ഈ 3 എണ്ണം തന്നെയാണ് റിപ്പീറ്റ് ചെയ്ത് പോകുന്നത്. സർക്കിൾ, ട്രയാങ്കിൾ, റെക്റ്റാങ്കിൾ. അടുത്തത് എന്താവും? സർക്കിൾ, ട്രയാങ്കിൾ, റെക്റ്റാങ്കിൾ ആയിരിക്കും അടുത്തത് വരുന്നത്. പിന്നെയും സർക്കിൾ, ട്രയാങ്കിൾ, റെക്റ്റാങ്കിൾ ആയിരിക്കും അടുത്തത് വരുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യത്തെ 3 കാര്യങ്ങളാണ് ഇവിടെ റിപ്പീറ്റ് ചെയ്ത് പോകുന്നത്. അപ്പോൾ അത് കംപ്ലീറ്റ് ചെയ്യലോ എല്ലാവരും. ഓക്കെ, സർക്കിൾ, ട്രയാങ്കിൾ, റെക്റ്റാങ്കിൾ, സർക്കിൾ, ട്രയാങ്കിൾ. അടുത്ത എന്തായിരിക്കും? റെക്റ്റാങ്കിൾ ആയിരിക്കും. പിന്നെയും സർക്കിൾ, ട്രയാങ്കിൾ, റെക്റ്റാങ്കിൾ. ഓക്കെ, ഇനി അടുത്തത് നോക്കിക്കേ. 1 എന്ന് എഴുതിയ ഒരു റൗണ്ട്. പിന്നെയോ രണ്ടാമത്തെ ബോക്സിൽ 2 എണ്ണം അടുപ്പിച്ച് വരച്ചിരിക്കുക അല്ലെ. ഇത് 2 എണ്ണം. രണ്ടാമത്തെ ബോക്സിൽ 2 ആയി. മൂന്നാമത്തെ ബോക്സിൽ എന്തായി? അത് 3 ആയി. അപ്പൊ നാലാമത്തെ ബോക്സിൽ എത്ര എണ്ണം വരണം? 4 1 വരണം അല്ലെ. ഓക്കെ, അഞ്ചാമത്തെ ബോക്സിലോ? അഞ്ചാമത്തെ ബോക്സിൽ അവിടെ 5 1 ഉണ്ട്. ഓക്കെ, അപ്പൊ ആറാമത്തെ ബോക്സിൽ എന്തായിരിക്കും? 6 1 വരണം. ഓക്കെ, അപ്പൊ അത് വ്യത്യാസം എന്താണെന്ന് മനസ്സിലായോ എല്ലാവർക്കും? ഫസ്റ്റത്തെ ബോക്സിൽ ഒരു 1 ഉണ്ടായിരുന്നുള്ളൂ. രണ്ടാമത്തെ ബോക്സിൽ 2 1 ആയി. മൂന്നാമത്തെ ബോക്സിൽ 3 1 ആയി. അങ്ങനെയെങ്കിൽ നാലാമത്തെ ബോക്സിൽ 4 1 വേണ്ടേ? അഞ്ചാമത്തെ ബോക്സിൽ 5 1 ഉണ്ട്. ആറാമത്തെ ബോക്സിൽ 6 1 വേണം അല്ലേ. ഓക്കെ, ഇപ്പം പാറ്റേൺസിന്റെ സ്വഭാവങ്ങൾ മാറി വരുന്നുണ്ടോ? ഒന്ന് പോലെ അല്ലെങ്കിൽ ആദ്യത്തെ 2 ഫിഗർ പോലെ അല്ലെങ്കിൽ ആദ്യത്തെ 3 ഫിഗർ പോലെ അല്ല ബാക്കി കണ്ടിന്യൂ ചെയ്യുന്നത് അല്ലേ. വ്യത്യാസപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ആ പാറ്റേൺസിന്റെ സ്വഭാവം മനസ്സിലാക്കിയിട്ട് എന്താണ് അത് കണ്ടിന്യൂ ചെയ്ത് വരയ്ക്കുക. ഇനി അടുത്ത ഫിഗർ നോക്കി.
ഒരു മെഴുകുതിരിയാണ്. ഓക്കെ, രണ്ടാമത്തെ എന്താണ്? സൈഡിലോട് ചരിച്ചു വെച്ച മറ്റൊരു മെഴുകുതിരിയുണ്ട്. ഇനി രണ്ടാമത്തെ ഫിഗർ എന്താണ്? 2 മെഴുകുതിരി. ഓക്കെ, 2 മെഴുകുതിരി, സൈഡിലോട് ചരിച്ചു വെച്ച 2 മെഴുകുതിരി. ഓക്കെ, അങ്ങനെയെങ്കിൽ മൂന്നാമത്തെ ഫിഗറിൽ മുകളിലോട്ട് കാണുന്ന 3 മെഴുകുതിരിയുണ്ട്. ഓക്കെ, അപ്പോൾ സൈഡിൽ 3 മെഴുകുതിരി ഉണ്ട്. അപ്പം നാലാമത്തെ ഫിഗറിൽ എങ്ങനെയായിരിക്കും? 4 മെഴുകുതിരി വേണം അല്ലേ? നാലാമത്തെ മെഴുകുതിരി നീണ്ടു നിൽക്കുന്നത് ചരിഞ്ഞ 4 മെഴുകുതിരി അല്ലാതെയും വേണം. ഓക്കെ, അപ്പൊ അഞ്ചാമത്തെ ഫിഗറിൽ എങ്ങനെയായിരിക്കും? നീണ്ടു നിൽക്കുന്ന 5 മെഴുകുതിരിയും ചരിഞ്ഞു നിൽക്കുന്ന 5 മെഴുകുതിരി. ഓക്കെ, അപ്പൊ ആ പാറ്റേൺ കഴിഞ്ഞില്ലേ? ഇനി അടുത്തത് ഒരു ലീഫ്. അടുത്ത എന്താണ്? ഫസ്റ്റ് ഫിഗറിൽ ഒരു ലീഫാണ്, ഒരു തണ്ടില് ഒരു ലീഫാണ്. രണ്ടാമത്തെ ഫിഗറിലോ താഴത്ത് 2 കൂടെ വന്നു. അങ്ങനെയെങ്കിൽ മൂന്നാമത്തെ ഫിഗറിലോ മിസ് വരച്ച് കാണിച്ചില്ല. കണ്ടോ? ഫസ്റ്റ് ഫിഗറിൽ ഒരു ലീഫേ ഉള്ളൂ. രണ്ടാമത്തെ ഫിഗറിൽ 2 ഒരു ലൈൻ താഴത്ത് 2 സെറ്റ് വരച്ചല്ലേ? ഒരു സെറ്റ് വരച്ചു, അപ്പുറം ഇപ്പുറം വരച്ചു കൊടുത്തു. ഇനി മൂന്നാമത്തെ ഫിഗറിൽ എങ്ങനെയാണ്? അടുത്ത ലൈനുകൾ വരച്ചു കൊടുത്തു. ഓക്കെ, അപ്പൊ നാലാമത്തെ ഫിഗർ എങ്ങനെയായിരിക്കും? നേരത്തെ ഉണ്ടായിരുന്ന ഫിഗർ അതുപോലെ തന്നെ വരയ്ക്കുക. എന്നിട്ട് എന്ത് ചെയ്യണം? നാലാമത്തെ ഫിഗറിൽ ഒരു ലൈനുകൾ വരച്ചു കൊടുക്കുക, ലീവ്സ്. ഓക്കെ, അപ്പൊ അഞ്ചാമത്തെ ഫിഗർ എങ്ങനെയായിരിക്കും? ഈ മുമ്പുണ്ടായിരുന്ന അതേ ഇലകൾ വെച്ചിട്ട് വരച്ചു കൊടുക്കുക. എന്നിട്ട് താഴത്ത് എക്സ്ട്രാ ആയിട്ട് ഒന്നുകൂടെ വന്നിട്ടുണ്ടായിരിക്കും. അപ്പൊ ഓരോ ബോക്സിനനുസരിച്ച് താഴത്ത് ഓരോ ലെയർ ഇലകൾ 2 വീതം അപ്പുറം ഇപ്പുറം വരച്ചു കൊടുക്കുക അല്ലേ? ഇനി അടുത്ത നമുക്ക് ഫസ്റ്റ് കാണുന്ന ഈ ഒരു ഷേപ്പാണ്. ഇതിനെ പെന്റഗൺ എന്ന് പറയും. ഓക്കെ, നമ്മളിപ്പോൾ വീടിന്റെ പോലത്തെ ഷേപ്പാണെന്ന് നോക്കുക. ഇനി എന്താണ്? സെക്കൻഡ് ബോക്സിൽ അതിന്റെ ഒരു സൈഡ് പോയിട്ടുണ്ട്. കണ്ടോ? ഈ ഒരു സൈഡ് പോയിരിക്കുകയാണ്. ഈ തേർഡ് ബോക്സിലായപ്പോഴെന്താണ്? ഇങ്ങനെ വന്നിരിക്കുകയാണ് അല്ലേ? അതിന് മറ്റൊരു സൈഡും പോയിരിക്കുക. കണ്ടോ? ഈ ഒരു സൈഡിലൂടെ പോയി. അപ്പൊ ഇനി ഇങ്ങനെ വന്നു. ഇനി എന്താണ്? ഇപ്പൊ നാലാമത്തെ ബോക്സിൽ എന്താണ്? നമുക്ക് അടുത്ത സൈഡ് ഡിലീറ്റ് ചെയ്യണം. ഓക്കെ, അപ്പൊ അടുത്ത സൈഡ് കണ്ടോ? ഈ സൈഡ് കളഞ്ഞു കൊടുത്തു. കണ്ടോ? ഈ സൈഡ് കളഞ്ഞു. കണ്ടോ? ഈ ഒരു സൈഡ് കളഞ്ഞ് ഇങ്ങനെ വരച്ചു. അപ്പൊ അഞ്ചാമത്തെ ഫിഗറിൽ എന്താണ്? ഈ ഒരു സൈഡ് കളഞ്ഞ് ഈ ഒരു ഒറ്റ ലൈൻ മാത്രമേ അവസാനിക്കത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ഓരോ പ്രാവശ്യം ഓരോ ബോക്സുകളിലോട്ട് പോകുന്നതനുസരിച്ച് ഓരോ സൈഡുകൾ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അല്ലേ? അപ്പോൾ ഏത് സൈഡാണ് നമ്മൾ ഡിലീറ്റ് ചെയ്ത് കൊടുക്കേണ്ടത് അല്ലെങ്കിൽ ഒഴിവാക്കേണ്ടത് എന്ന് മനസ്സിലാക്കുക. അതെങ്ങനെ മനസ്സിലാവും? അവസാനം എന്താണ്? ഇങ്ങനെ 1 പോലെ നിൽക്കുന്ന ഒരു ഒറ്റ ഭാഗം മാത്രമേ ഉള്ളൂ അല്ലേ? ഈ ഒരു ഒറ്റ ഭാഗം. ഓക്കെ, അപ്പോൾ ഈ ഒരു ഒറ്റ ഭാഗം എപ്പോഴും എല്ലാ ഫിഗറിലും നിലനിർത്തണം അല്ലേ? അപ്പോൾ അത് നിർത്തിക്കൊണ്ട് വേണം ബാക്കിയുള്ളതെല്ലാം നമ്മൾ മായ്ച്ച് ഓരോ ബോക്സുകളിലാക്കി വരയ്ക്കേണ്ടത്. ഓക്കെ, അപ്പോൾ പാറ്റേൺസ് എങ്ങനെയൊക്കെയാണ് എന്നുള്ള രീതികളൊക്കെ മനസ്സിലാവുന്നത് എല്ലാവർക്കും. എല്ലാവരും ഹോംവർക്ക് ചെയ്യുക. ഡൗട്ട് ഉണ്ടെങ്കിൽ മിസ്സിനെ കോൺടാക്ട് ചെയ്യുക. ഹോംവർക്ക് ചെയ്ത് മിസ്സിനെ അയച്ചു തരിക. ഓൾ ദ വെരി ബെസ്റ്റ്.